പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക്. വി.ഡി. സതീശന് വിജിലൻസിന്റെ ക്ലീൻ ചിറ്റ്. വി.ഡി. സതീശനെതിരെ അഴിമതി നിരോധന വകുപ്പ് പ്രകാരം കേസ് നിലനിൽക്കുന്നില്ല വിജിലൻസ്. കഴിഞ്ഞ ദിവസം സെപ്റ്റംബറിലാണ് DIG കാർത്തിക് റിപ്പോർട്ട് നൽകിയത്. പുനർജനി പദ്ധതിയുടെ പണം വി.ഡി. സതീശന്റെ അക്കൗണ്ടിലേക്ക് വന്നിട്ടില്ലെന്നും റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു. റിപ്പോർട്ടിന്റെ പകർപ്പ് ന്യൂസ് 18 ലഭിച്ചു. വി വിനോദ് വിവരങ്ങളുമായി ചേർന്നു. വിനോദ്, വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ്. വി.ഡി. സതീശന് ആശ്വാസമൊപ്പം വി.ഡി. സതീശനെ ചേർത്ത് പിടിച്ച കോൺഗ്രസിനും കൂടുതൽ ഊർജം എന്ന് തന്നെ പറയേണ്ട സാഹചര്യം. എന്തൊക്കെയാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്? റിപ്പോർട്ടിന്റെ ഉള്ളടക്കം എന്താണ്? ഭവ്യ, വലിയ രാഷ്ട്രീയ വിവാദത്തിലേക്ക് കാര്യങ്ങൾ പോകുമ്പോഴാണ് സെപ്റ്റംബറിൽ വിജിലൻസ് DIG വിജിലൻസ് മേധാവിക്ക് സമർപ്പിച്ച റിപ്പോർട്ടിൻ്റെ പകർപ്പ് പുറത്തു വരുന്നത്. ഇതിൽ വി.ഡി. സതീശന് ആശ്വാസം നൽകുന്ന കാര്യങ്ങളാണ് ഉള്ളത്. വി.ഡി. സതീശൻ ഈ പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട് വി.ഡി. സതീശൻ്റെ അക്കൗണ്ടിലേക്ക് പണം വന്നിട്ടില്ല, അങ്ങനെ കണ്ടെത്താനായിട്ടില്ല. അതോടൊപ്പം തന്നെ വിദേശ സന്ദർശനത്തിന് ശേഷം വി.ഡി. സതീശൻ വസ്തു വാങ്ങിയതായി പരാതിയിൽ ആരോപിച്ചിട്ടില്ലാത്തതിനാൽ ആ വിഷയത്തെക്കുറിച്ച് അന്വേഷിച്ചിട്ടില്ല. പുനർജനി ഫണ്ട് കൈകാര്യം ചെയ്തിട്ടുള്ളത് മണപ്പാട് ഫൗണ്ടേഷൻ എന്ന സന്നദ്ധ സംഘടന മുഖേനയാണ്. സതീശൻ ഫണ്ട് കൈകാര്യം ചെയ്തതായി ഈ അന്വേഷണത്തിൽ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അഴിമതി നിരോധന നിയമം സെക്ഷൻ 7(7)A എന്നീ വകുപ്പുകൾ പ്രകാരമുള്ള കുറ്റങ്ങൾ വി.ഡി. സതീശൻ ചെയ്തതായി കണ്ടെത്തിയിട്ടില്ല. തുടങ്ങിയ കാര്യങ്ങളാണ് അക്കമിട്ട് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. ഇത് സെപ്റ്റംബറിലാണ് വിജിലൻസ് ഡയറക്ടർക്ക് DIG സമർപ്പിച്ചത്. DIG കാർത്തിക്കാണ് അന്വേഷണം നടത്തിയത്. തുടർന്ന് ഈ റിപ്പോർട്ട് വിജിലൻസ് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് കൈമാറുകയായിരുന്നു. ഇപ്പോൾ ഇതിൽ ഒരു CBI അന്വേഷണത്തിന് വീണ്ടും വിജിലൻസ് ശുപാർശ ഉണ്ടായിരിക്കുന്നത്. അവിടെയാണ് രാഷ്ട്രീയ ആരോപണങ്ങൾ ഉയർന്നു വരുന്നതും. വിദേശ നാണ്യ വിനിമയ ചട്ടത്തിൻ്റെ ലംഘനം വി.ഡി. സതീശൻ നടത്തി. അതുകൊണ്ട് ഇതിൽ CBI അന്വേഷണം വേണമെന്ന കാര്യമാണ് പുതിയ റിപ്പോർട്ടിൻ്റെ ഭാഗമായി പുറത്തു വരുന്നത്. ഇതിൽ മന്ത്രിസഭാ യോഗം ചേർന്ന ശേഷമായിരിക്കും തീരുമാനമെടുക്കുക. അതേസമയം UDF ഒറ്റക്കെട്ടായി ഈ നീക്കത്തിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് ഇപ്പോൾ സർക്കാർ നടത്തുന്ന കാര്യമെന്ന ആരോപണമാണ് കടുപ്പിക്കുന്നത്. മാത്രമല്ല, ഇപ്പോൾ ഇങ്ങനെ ഒരു റിപ്പോർട്ട് കൂടി പുറത്തു വരുമ്പോൾ ആ റിപ്പോർട്ട് കൂടി ആയുധമാക്കിക്കൊണ്ടായിരിക്കും UDF മുന്നോട്ട് പോകുന്നത്. പുതിയ ശുപാർശ പ്രകാരം FCRA നിയമം 2010 സെക്ഷൻ 3(2)A പ്രകാരം CBI അന്വേഷണം നടത്തണമെന്നാണ് ഇതിൽ ശുപാർശ ചെയ്തിട്ടുള്ളത്. ഈ ശുപാർശയാണ് സർക്കാരിന്റെ പക്കലുള്ളത്. അതാണ് ആ ശുപാർശ തന്നെയാണ് രാഷ്ട്രീയ പ്രേരിതമാണ്. ഇത് തങ്ങളെ മനഃപൂർവ്വം കൊടുക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് എന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നത്. അത് മാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടെ ഇന്ന് രാവിലെ തന്നെ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ വിളിച്ച കോൺഗ്രസ് നേതാക്കളെല്ലാവരും ഒറ്റക്കെട്ടായി പ്രതിപക്ഷ നേതാവിന് ഒപ്പം നിൽക്കുകയായിരുന്നു. വി.ഡി. സതീശന് പ്രതിരോധം തീർക്കുകയായിരുന്നു. ഇപ്പോഴിതാ ഈ റിപ്പോർട്ട് കൂടി വരുന്ന സാഹചര്യത്തിൽ ആ പ്രതിരോധത്തിന് കൂടുതൽ ഊർജം കൈവന്നു എന്ന് തന്നെ പറയേണ്ട സാഹചര്യമല്ലേ? പ്രത്യേകിച്ചും പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം നമ്മൾ കേട്ടതാണ്. വിനോദ്, അദ്ദേഹം പറഞ്ഞു എന്ത് വന്നാലും താൻ രാഷ്ട്രീയമായി നേരിടും, ഇതൊന്നും തന്നെ ബാധിക്കില്ല എന്ന് അദ്ദേഹം വളരെ ആത്മവിശ്വാസത്തോടു കൂടി പറയുന്ന സാഹചര്യം കൂടി കൂട്ടി വായിക്കേണ്ടതുണ്ടാണ്. തീർച്ചയായും ഇങ്ങനെ ഒരു റിപ്പോർട്ട് നേരത്തെ തന്നെ വന്ന കാര്യം പ്രതിപക്ഷ നേതാവിന് അറിയാവുന്നതാണ്. അദ്ദേഹം ആ കാര്യം തന്നെയാണ് കോട്ട് ചെയ്യുന്നതും അതിൻ്റെ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. മാത്രമല്ല, ഇതൊരു സന്നദ്ധ സംഘടനയാണ് ഈ ഫണ്ട് കൈകാര്യം ചെയ്തത്. വി.ഡി. സതീശന് അതിൽ പങ്കില്ല. വി.ഡി. സതീശൻ പണം വാങ്ങിയതിന് തെളിവില്ല. വസ്തു വാങ്ങിയതായുള്ള പരാതി വിജിലൻസിന് മുമ്പിൽ എത്തിയെന്നുമില്ല. അതുകൊണ്ട് തന്നെ അത്തരമൊരു അന്വേഷണം നടത്തിയിട്ടില്ല. ഇത്തരം കാര്യങ്ങളാണ്, അതായത് ഇങ്ങനെ വിദേശയാത്ര നടത്തി പ്രളയത്തിന് ശേഷം വീടുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടി പുനർജനി പദ്ധതിയിലൂടെ ഫണ്ട് സ്വരൂപിച്ചു എന്ന ആക്ഷേപം ഉയർന്നു വരുമ്പോൾ വി.ഡി. സതീശൻ ആ ഫണ്ട് വാങ്ങിയതായി, നേരിട്ട് വാങ്ങിയതായോ വി.ഡി. സതീശൻ ആ ഫണ്ട് കൈകാര്യം ചെയ്തതായോ ഉള്ള ഒരു തെളിവും വിജിലൻസിന് ലഭിച്ചിട്ടില്ല എന്നാണ് ഈ DIGയുടെ റിപ്പോർട്ടിൽ പറയുന്നത്. ആ റിപ്പോർട്ടാണ് ഡയറക്ടർക്ക് സമർപ്പിച്ചതും പിന്നീട് വിജിലൻസ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ മുമ്പാകെ ഈ റിപ്പോർട്ട് വന്നതും. സെപ്റ്റംബറിലാണ് ഈ റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. അതിന് ശേഷമാണ് ഇപ്പോൾ പുതിയൊരു ശുപാർശ വരുന്നത്. വിജിലൻസിൻ്റെ ശുപാർശ വരുമ്പോൾ അത് CBI അന്വേഷണത്തിലേക്ക് പോകാം. വിദേശ നാണ്യ വിനിമയ ചട്ടം ലംഘിച്ചു, അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ അന്വേഷണമാകാമെന്ന നിലയിലേക്കുള്ള ഒരു ശുപാർശ വരുന്നത്. അത് കേന്ദ്ര സർക്കാരിൻ്റെ അനുമതിയില്ലാതെ ഇത്തരം യാത്ര നടത്തിക്കൊണ്ട് അവിടെ നിന്ന് പണപ്പിരിവ് നടത്തി എന്ന ആക്ഷേപമാണ് ഒരു വശത്ത് വിജിലൻസിൻ്റെ റിപ്പോർട്ടിലൂടെ ഉയർത്തിക്കൊണ്ടുവന്ന് CBI അന്വേഷണത്തിലേക്ക് പോകാനുള്ള നീക്കം നടത്തുന്നത്. പക്ഷേ സർക്കാർ ഇതിൽ ഒരു തീരുമാനം കൈക്കൊള്ളേണ്ടതുണ്ട്. മന്ത്രിസഭാ യോഗമായിരിക്കും ഇതിൽ തീരുമാനം കൈക്കൊള്ളേണ്ടത്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ നിലപാട് ഈ കാര്യത്തിൽ നിർണായകമാകും. അവിടെയാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇത്തരത്തിൽ ഈ വിദേശ ഫണ്ട് പിരിച്ചതിന് തെളിവില്ലെന്നുള്ള DIG
കമ്മിറ്റിയുടെ റിപ്പോർട്ട് വന്ന സാഹചര്യത്തിൽ ഇനി സർക്കാർ എന്ത് തീരുമാനമെടുക്കാനായിരിക്കും സാധ്യത ഉണ്ടാവുക? വിനോദ്, ഭവ്യ, ഇതിൽ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, DIGയുടെ റിപ്പോർട്ട്, അത് ഉള്ള കാര്യം സർക്കാരിന് തന്നെ അറിയാവുന്നതാണ്. പക്ഷേ വിജിലൻസിന് ചില പരിമിതികളുണ്ട്. നമുക്കറിയാം, ഈ വിദേശ നാണ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ പരിശോധന നടത്തുന്നതിലും അല്ലെങ്കിൽ അത്തരം ഇടപാടുകൾ പരിശോധിക്കുന്നതിന് കേന്ദ്ര ഏജൻസിയുടെ വരവാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. മാത്രമല്ല, നമുക്ക് സമകാലിക സംഭവങ്ങൾ പരിശോധിക്കുമ്പോൾ ഇപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വളരെ സജീവമായി നിൽക്കുന്നൊരു സമയമാണ്. അവിടെ SITയുടെ അന്വേഷണം പര്യാപ്തമാണോ? SIT ഒരുപക്ഷെ കുറേ അറസ്റ്റുകളൊക്കെ നടത്തിയെങ്കിലും സ്വർണം ഒരു ഭാഗം കണ്ടെത്തിയെങ്കിലും അതൊക്കെ തന്നെ പര്യാപ്തമാണോ എന്ന ചോദ്യം ഒരു വശത്ത് അവശേഷിക്കുന്നു. കാരണം ഏതെങ്കിലും വിഗ്രഹക്കടത്ത് സംഘങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതെങ്കിൽ, അന്താരാഷ്ട്ര വിഗ്രഹ കള്ളക്കടത്ത് സംഘമൊക്കെ ആണെങ്കിൽ ദേശീയ ഏജൻസികൾ വരുന്നതായിരിക്കും കൂടുതൽ അഭികാമ്യമെന്ന നിയമോപദേശമുണ്ട്, അല്ലെങ്കിൽ ആ തരത്തിലുള്ള വിലയിരുത്തലുണ്ട്. അങ്ങനെ തന്നെയാണ് ഈ കാര്യത്തിലും. കാരണം വിദേശത്ത് നടത്തിയ യാത്രയാണ്. ആ യാത്രയുടെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ പണപ്പിരിവ് നടത്തി, പ്രതിപക്ഷ നേതാവ് പണപ്പിരിവ് നടത്തിയെന്നുള്ളത് രാഷ്ട്രീയ ആരോപണം കൂടിയാണ്. കഴിഞ്ഞ കുറേ കാലങ്ങളായി സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ഇടത് കേന്ദ്രങ്ങളിൽ നിന്ന് VD സതീശനെതിരെ വലിയ ആക്ഷേപമായി ഉയർന്നു വരുന്ന ഒരു കാര്യമാണ് ഇങ്ങനെ വിദേശത്ത് പണപ്പിരിവ് നടത്തിയ ആ ഫണ്ട് ദുരുപയോഗം അല്ലെങ്കിൽ അങ്ങനെ ക്രമക്കേട് നടത്തിയുള്ള പണം സമ്പാദിക്കലും ആ തരത്തിലുള്ള നീക്കവും പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്നത്. പക്ഷേ നമ്മളിപ്പോൾ ഈ കാണുന്ന റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി പറയുന്നത് അങ്ങനെ പ്രതിപക്ഷ നേതാവ് ക്രമക്കേട് നടത്തിയതായി കണ്ടെത്തിയിട്ടില്ല. ഈ വസ്തു വാങ്ങിയതുമായി ബന്ധപ്പെട്ട പരാതി വരാത്തതുകൊണ്ട് തന്നെ അത് സംബന്ധിച്ച അന്വേഷണം നടത്തിയിട്ടില്ല എന്ന് കൃത്യമായി ഈ റിപ്പോർട്ടിൻ്റെ ഭാഗമായി പറയുന്നുണ്ട്. പക്ഷേ അവിടെയൊക്കെയാണ് മറിച്ചൊരു തീരുമാനത്തിലേക്ക്, അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസി അന്വേഷണം, CBI അന്വേഷണം പ്രതിപക്ഷ നേതാവിനെതിരെ കൊണ്ടുവരുന്ന ഒരു കാര്യത്തിൽ സർക്കാരിന് മറ്റു തരത്തിലുള്ള വ്യഗ്രതയുണ്ടോ, അല്ലെങ്കിൽ ഇതിൽ രാഷ്ട്രീയം ലാക്കാക്കിയുള്ളൊരു നീക്കമാണോ ഇപ്പോൾ സംഭവിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ ഒരു വശത്ത് ഉയർന്നു വരുന്നത്. ആ ആരോപണത്തിൻ്റെ മൂർച്ച കൂട്ടിക്കൊണ്ടാണ് UDF ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. മാത്രമല്ല, നമ്മൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യം കൂടി പരിഗണിക്കേണ്ടതുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDFന് വലിയ മെച്ചമാണ് ഉണ്ടായത്, വലിയ നേട്ടമാണ് ഉണ്ടായത്. മാത്രമല്ല, ഇന്ന് UDF കോൺഗ്രസിൻ്റെ ശിബിരം നടക്കുകയാണ്. അങ്ങനെ ഒരു ശിബിരം നടക്കുന്ന ദിവസം തന്നെയാണ് ഇത്തരം ഒരു വാർത്ത പുറത്തു വരുന്നത്. മാത്രമല്ല, നമ്മൾ ഈ റിപ്പോർട്ടിൻ്റെ ഒരു ഭാഗം കൂടി നോക്കുമ്പോൾ പുനർജനി ഫണ്ട് കൈകാര്യം ചെയ്തിട്ടുള്ളത് മണപ്പാട് ഫൗണ്ടേഷൻ എന്ന സന്നദ്ധ സംഘടനയാണ്. VD സതീശൻ ഫണ്ട് കൈകാര്യം ചെയ്തതായി അറിവില്ല എന്ന കാര്യം പറയുന്നു. ഇനി വേണമെങ്കിൽ സർക്കാരിന് വാദിക്കാവുന്ന ഒരു കാര്യം, ഈ പറയുന്ന മണപ്പാട് ഫൗണ്ടേഷൻ എന്നത് അത് ഒരു തട്ടിക്കൂട്ട് സംവിധാനമാണ്, അല്ലെങ്കിൽ VD സതീശന് അതിനകത്ത് വലിയ സ്വാധീനമുള്ള ഒരു കാര്യമാണ്. താൻ നേരിട്ട് ഇടപെട്ടില്ല എന്ന് വരുത്തി തീർക്കുന്നതിന് വളരെ തന്ത്രപരമായി ഇങ്ങനെ ഒരു ഫൗണ്ടേഷൻ വഴി കാര്യങ്ങൾ കൈകാര്യം ചെയ്തു എന്ന ഒരു ആക്ഷേപം സർക്കാരിന് കൊണ്ടുവരാം. അത് ഉയർത്തിക്കൊണ്ടുവന്ന് തന്നെ ഇതിൻ്റെ സത്യാവസ്ഥ പുറത്തു വരണം. അതിനൊരു ദേശീയ ഏജൻസിയുടെ അന്വേഷണമാണ് അഭികാമ്യം എന്ന വാദമുയർത്തി CBI അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നതിന്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ശുപാർശ ചെയ്യുന്ന കാര്യത്തെ ന്യായീകരിക്കാൻ സർക്കാരിന് കഴിയുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഏതായിരുന്നാലും അപ്പോൾ പോലും എനിക്ക് തോന്നുന്നു വിനോദ്, ഇത് ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ കോൺഗ്രസിന് കുറച്ചുകൂടി ഗുണമായതാണ് ഈ വിവാദം എന്നതാണ്. പ്രത്യേകിച്ചും കോൺഗ്രസിന് ഒപ്പം VD സതീശന് ഇത് ഈ വിജിലൻസ് റിപ്പോർട്ട് കൂടി അനുകൂലമായി വന്ന സാഹചര്യത്തിൽ കുറച്ച് ഗുണമായി എന്ന് തന്നെ കരുതേണ്ട സാഹചര്യമല്ലേ? തീർച്ചയായും ഇതിൽ കോൺഗ്രസ് നേതാക്കൾ മാത്രമല്ല, കുറച്ചു മുൻപ് PK കുഞ്ഞാലിക്കുട്ടിയുടെ, അതായത് മുന്നണിയിലെ ഘടകകക്ഷി നേതാക്കൾ തന്നെ VD സതീശനെ പിന്തുണയ്ക്കുന്നൊരു സാഹചര്യമുണ്ട്. കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് ഇത് സർക്കാർ കാണിക്കുന്നത് മണ്ടത്തരമാണ്, അവർക്ക് തന്നെ ഇപ്പോൾ തെറ്റിപ്പോയെന്ന് ബോധ്യമായിട്ടുണ്ടാകും. ഇത്തരം നീക്കവുമായി സർക്കാർ പോകുന്നത് ഒരു മണ്ടത്തരമാണ്. VD സതീശനെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കാനാണെങ്കിൽ അത് സമ്മതിക്കില്ല. മാത്രമല്ല, ശബരിമല ചർച്ചകളിൽ നിന്ന് കാര്യങ്ങൾ വഴിമാറ്റിക്കൊണ്ട് പോകാനാണ് സർക്കാർ ശ്രമിക്കുന്നതെങ്കിൽ അതിനെ ചെറുക്കുമെന്നും പറയുന്നത് ഘടകകക്ഷി നേതാവാണ്. അതായത് UDF ഈ വിഷയത്തിൽ സതീശനൊപ്പം നിൽക്കുന്നു. കോൺഗ്രസ് മാത്രമല്ല, മറ്റ് പ്രധാനപ്പെട്ട പാർട്ടികളെല്ലാം തന്നെ സതീശന് പിന്നിൽ അണിനിരക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അവിടെയാണ് സതീശൻ്റെ വാദങ്ങൾക്ക്, അല്ലെങ്കിൽ UDFൻ്റെ ആരോപണങ്ങൾക്ക് ബലം പകരുന്ന തരത്തിൽ നേരത്തെയുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നത്. അന്ന് DIG കാർത്തിക് നൽകിയ റിപ്പോർട്ടാണ്. അന്ന് യോഗേഷ് ഗുപ്തയായിരുന്നു വിജിലൻസ് ഡയറക്ടർ. അന്ന് യോഗേഷ് ഗുപ്ത ഈ അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് കൈമാറിയ റിപ്പോർട്ടിലും വ്യക്തമാക്കുന്നത് ഇതിൽ ഇതുവരെ ക്രമക്കേടുകൾ കണ്ടെത്താനായിട്ടില്ല എന്ന കാര്യം തന്നെയാണ്. വിപുലമായ അന്വേഷണത്തിന് പോകുന്നതിൽ തടസ്സമില്ല, അത്തരമൊരു ശുപാർശ കൂടി ഉണ്ടായിരുന്നു. ഏതായിരുന്നാലും യോഗേഷ് ഗുപ്തയും സർക്കാരും തമ്മിലുള്ള
ബന്ധവും അത്ര സുഖകരമായിരുന്നില്ല എന്നുകൂടി നമ്മൾ ഈ സമയത്ത് ചേർത്ത് വായിക്കേണ്ടതാണ്. ഏതായിരുന്നാലും ഇങ്ങനെ ഒരു റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ അത് UDF-ന്, കോൺഗ്രസിന്, പ്രത്യേകിച്ച് VD സതീശന് വലിയ ആശ്വാസമാകുന്നൊരു കാര്യമാണ്. വിനോദ്, ഈ പുനർജനി പദ്ധതിയുടെ പണം VD സതീശന്റെ അക്കൗണ്ടിലേക്ക് വന്നിട്ടില്ല എന്ന് തന്നെയല്ലേ റിപ്പോർട്ടിൽ വ്യക്തമായി പറയുന്നത്? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. അക്കമിട്ട് നിരത്തുകയാണ്. അതിൽ ഈ ഫണ്ട് വന്നിട്ടില്ല, ഈ പറയുന്ന ഫൗണ്ടേഷൻ വഴിയാണ്, ഫൗണ്ടേഷൻ വഴി കൈകാര്യം ചെയ്തു എന്ന് പറയുമ്പോൾ അതിൽ VD സതീശന് പങ്കില്ല എന്ന ഇതിൽ പറയുന്നത് മണപ്പാട് ഫൗണ്ടേഷൻ എന്ന സന്നദ്ധ സംഘടന മുഖേനയാണ് ഫണ്ട് കൈകാര്യം ചെയ്തതായി അറിവായില്ല എന്നുകൂടി പറയുന്നുണ്ട്. ഭവ്യ, അത് വളരെ കൃത്യമായി പറയണം. നേരത്തെ ഒരു വിവരം വന്നത് ഒരുപക്ഷെ ഈ ഫണ്ട് കൈകാര്യം ചെയ്തത് ഈ സംഘടനയാണെങ്കിൽ പോലും അതിൽ സതീശന് പങ്കുണ്ടോ എന്ന തരത്തിലുള്ള ആരോപണമായിരുന്നു. പക്ഷേ ഈ റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി പറയുന്നത് ഈ ഫൗണ്ടേഷൻ വഴിയാണോ സതീശൻ ഫണ്ട് കൈകാര്യം ചെയ്തതായി അറിയില്ല എന്നതാണ്. അതായത് ഈ സന്നദ്ധ സംഘടന വഴി സതീശൻ ഏതെങ്കിലും തരത്തിലുള്ള ഫണ്ട് കൈകാര്യം ചെയ്തതായി അറിയില്ല എന്നാണ് വിജിലൻസ് അന്വേഷണത്തിൽ പറയുന്നത്. അവിടെയാണ് കുറച്ചുകൂടി വ്യക്തത വരേണ്ടത്. ഈ ഫൗണ്ടേഷൻ എത്രയെങ്കിലും തുക പിരിച്ചോ, അല്ലെങ്കിൽ ആ പിരിച്ച തുക എങ്ങനെ ചിലവഴിച്ചു, അതിൽ സതീശൻ്റെ പങ്കുണ്ടോ, അവിടെയാണ് ഒരു തുറുപ്പ് ചീട്ട് സർക്കാരിന് കിട്ടുന്നത്. സതീശൻ ഇങ്ങനെ ഒരു കാര്യം മറയാക്കി ഫണ്ട് പിരിച്ചു, അല്ലെങ്കിൽ തൻ്റെ കൈകൊണ്ട് തൊടാതെ താൻ നേരിട്ടിടപെടാതെ ഇത്തരത്തിലൊരു നീക്കം നടത്തി ഒരു സന്നദ്ധ സംഘടനയെ മറയാക്കി അവിടെ വലിയ തോതിൽ ഫണ്ട് പിരിച്ചു, അത് കേന്ദ്ര ചട്ടങ്ങളുടെ, നിയമങ്ങളുടെ ലംഘനം നടത്തിയാണ് ഈ ഫണ്ട് പിരിച്ചതും വിനിയോഗിച്ചതും എന്നുള്ള ആരോപണം, ആക്ഷേപം ഈ ഒരു സാഹചര്യത്തിൽ, അല്ലെങ്കിൽ സർക്കാരിന് അങ്ങനെ ഒരു വാദം ഉയർത്തിക്കൊണ്ട് CBI അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്ന, അല്ലെങ്കിൽ അതിലേക്ക് ശുപാർശ ചെയ്ത് പോകുന്ന നടപടിയെ ന്യായീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. പക്ഷേ അവിടെയും ഈ ഫൗണ്ടേഷനിലേക്ക് പണം വരുന്നു, അല്ലെങ്കിൽ അവിടെ വീടുകൾ വയ്ക്കുന്നു, പുനർജനി എന്ന പദ്ധതി ഉണ്ട് എന്നത് വസ്തുതയാണ്, ഫൗണ്ടേഷൻ്റെ പ്രവർത്തനവും ഉണ്ട് എന്നത് വസ്തുതയാണ്. പക്ഷേ ആ ഫൗണ്ടേഷൻ കൈകാര്യം ചെയ്ത തുക സതീശൻ ഇടപെട്ടാണോ എന്ന കാര്യത്തിലാണ് വ്യക്തത. പക്ഷേ ഫൗണ്ടേഷനിലേക്ക് വന്ന തുകയുടെ കാര്യത്തിൽ 20 ലക്ഷം രൂപ എന്ന ഒരു കണക്കൊക്കെയാണ് നേരത്തെ പുറത്തു വന്നത്. അതിലും വ്യക്തത വരേണ്ടതുണ്ട്. എത്രമാത്രം തുക വന്നു, അല്ലെങ്കിൽ ഈ പറയുന്ന തുക വന്നിട്ടുണ്ടോ, അതിൽ സതീശൻ്റെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ വിശദമായി പരിശോധിക്കേണ്ടതുണ്ട്. പക്ഷേ ഈ റിപ്പോർട്ട് ഒറ്റയടിക്ക് നോക്കുമ്പോൾ സതീശന് ഈ പണം കൈകാര്യം ചെയ്തതുമായി നേരിട്ട് ബന്ധമില്ല എന്ന കാര്യം തന്നെയാണ് വിജിലൻസ് റിപ്പോർട്ടിൽ പറയുന്നത്. സർക്കാരിന് ഇതിലൊരു വടിയാക്കാൻ കഴിയുന്നത്, അല്ലെങ്കിൽ മറയാക്കാൻ കഴിയുന്നത് വിജിലൻസിൻ്റെ ശുപാർശയാണ്. അതിൽ പറയുന്നത് കേന്ദ്ര ചട്ടങ്ങളുടെ, നിയമങ്ങളുടെയൊക്കെ ലംഘനം നടത്തിയിട്ടുണ്ടോ എന്നത് CBI അന്വേഷിക്കണമെന്ന കാര്യമാണ്. അതിന് കാര്യമായി പറയുന്നത് ഈ ഫൗണ്ടേഷൻ്റെ പ്രവർത്തനം തന്നെയാണ്. കാരണം ഫൗണ്ടേഷനെ മറയാക്കി ഏതെങ്കിലും തരത്തിലുള്ള ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടോ എന്നത് വളരെ വ്യക്തമായി പരിശോധിക്കേണ്ടതുണ്ട്. ഇതിൽ മൂന്നാമത്തെ കാര്യമായി ഈ റിപ്പോർട്ടിൽ, DIGയുടെ റിപ്പോർട്ടിൽ പറയുന്നതാണ്, പുനർജനി ഫണ്ട് കൈകാര്യം ചെയ്തിട്ടുള്ളത് മണപ്പാട് ഫൗണ്ടേഷൻ എന്ന സന്നദ്ധ സംഘടന മുഖേനയാണ്. സതീശൻ ഫണ്ട് കൈകാര്യം ചെയ്തതായി അറിവായിട്ടില്ല എന്ന കാര്യമാണ് പറയുന്നത്. പക്ഷേ ആ ഫണ്ടിൻ്റെ കാര്യത്തിലും പലവിധ അവ്യക്തതകൾ നിലനിൽക്കുന്നുണ്ട്. ഭവ്യ, പുനർജനി പദ്ധതി കേസിൽ പ്രതിപക്ഷ നേതാവ് VD സതീശന് അനുകൂലമായിട്ടാണ് ഇപ്പോൾ വിജിലൻസിന്റെ റിപ്പോർട്ട് വന്നിരിക്കുന്നത്. VV വിനോദാണ് വാർത്തയുടെ വിശദ വിവരങ്ങൾ പങ്കുവച്ചത്.